നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെ ബിഗ് ബോസ് കാണാറുണ്ട്? ഇപ്പോൾ അഗ്നി പരീക്ഷ എന്തായാലും ഇപ്പോൾ 3 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നമ്മുടെ നിലവിൽ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥി ആരെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് രാകേഷാണ്. രാകേഷ് ആണെങ്കിൽ അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പെർഫോമൻസ് മാത്രമല്ല നമ്മളിവിടെ നോക്കുന്നത്, ഇവർ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കൂടിയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ രാകേഷിന് നല്ല സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അടുത്തത് പൂജ എന്ന് പറഞ്ഞാൽ പൂജ 2.0 ആണ്. ബിഗ് ബോസിനകത്ത് പോയാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അടുത്തത് ലോലിറ്റ. പുള്ളിക്കാരിക്ക് 18-19 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ടാസ്കുകളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നുമുണ്ട്. ഒരു ടീം ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനും ടീമിനെ വിജയിപ്പിക്കാനും പുള്ളിക്കാരിയെ കൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട്. സോ ഒരു BB മെറ്റീരിയൽ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. 4ാമത്തെ ആള് താഷിയാണ്. താഷിയുടെ കാര്യം പറയുമ്പോൾ വളരെ സ്മാർട്ടാണ്. ടാസ്കുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. അടുത്ത നമ്മൾ 5ാമത്തെ ആളായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് RJ അനഘയാണ്. പുള്ളിക്കാരിയുടെ ടാസ്കുകളിലെ പെർഫോമിനേക്കാൾ ഉപരിയായിട്ട് അനഘ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് നന്നായി സംസാരിക്കാൻ കഴിയുന്നവർക്ക് വലിയ സാധ്യതയുണ്ട്, തീർച്ചയായും പ്രതീക്ഷയുണ്ട്. അടുത്ത ആൾ പ്രണവാണ്. ഒരു മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പ്രണവ് ടാസ്കുകൾ നന്നായി പെർഫോം ചെയ്യുന്നുമുണ്ട്. സംസാരിക്കുമ്പോൾ ശബ്ദം അല്പം കുറവാണെങ്കിലും ഇന്റലിജന്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന, അതായത് ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് തോന്നുന്നത്. അടുത്തയാളാണ് ശ്യാം. എനിക്ക് തോന്നുന്നത് ശ്യാം റിയാസിനെയൊക്കെ ഇൻസ്പയർ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ്. പിന്നെ ടാസ്കുകളൊക്കെ വളരെ കൂളായിട്ട് തനിക്ക് അനുകൂലമായി മാറ്റാനും ഏത് ലെവലിലും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാൻ ഇടയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നുന്നത്. അടുത്ത ആളാണ് അളകനന്ദ. ഫണ്ണായിട്ട് തോന്നുന്നു, എന്റർടൈൻമെന്റ് കൊടുക്കുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് ഉറക്കെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ബിഗ് ബോസിനകത്ത് തിളങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തയാളാണ് ജെറ്റി. ടാസ്കുകൾ വിൻ ചെയ്യാൻ കേപ്പബിൾ ഉള്ള ഒരാൾ തന്നെയാണ്. സ്ട്രോങ് ആണ്, ഫോക്കസ്ഡ് ആണ്, അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ്. സെയിം ടൈം തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുമുണ്ട്. നമുക്ക് ബിഗ് ബോസിൽ ആവശ്യം വേണ്ടത് സംസാരിക്കുന്നതാണ്. പിന്നെ നിലപാടുകൾ പറയാൻ ഭയപ്പെടുന്നുമില്ല. സോ വലിയ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണത്. അടുത്തയാളാണ് ഷിജുലാൽ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടാസ്കുകൾ നന്നായിട്ട് കളിക്കുന്നുമുണ്ട്, വളരെയധികം ഫോക്കസ്ഡ് ആണ് പുള്ളി. പിന്നെ സ്മാർട്ടുമാണ്. സംസാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി അല്പം കുറവാണ്, എങ്കിലും നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞു വെച്ചിരിക്കുന്നത് നന്ദ കിഷോർ. കുറച്ച് ജെന്റിൽമാൻ ലുക്കുള്ള ഒരാളാണ്. അതേസമയം തന്നെ സ്ഫുടതയോടെ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റ് ആയിട്ട് തോന്നുന്നുമുണ്ട്. നമ്മുടെ അടുത്ത ആളാണ് ഷാനോ തോമസ്. ബിഗ് ബോസിനകത്ത് പോയാൽ അടി ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് പുള്ളിയെ നമുക്ക് തോന്നുന്നത്. അത്യാവശ്യം കലിപ്പൊക്കെ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്, നിങ്ങൾ കണ്ടതാണല്ലോ. സോ കോണ്ടന്റുകൾക്ക് വലിയ ക്ഷാമം ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് നല്ലൊരു കണ്ടസ്റ്റന്റും കൂടിയാണ്. നമുക്കിനി അടുത്തൊരു ശക്തമായിട്ടുള്ളൊരു എതിരാളിയായിട്ട് തോന്നുന്ന സാബ്ര ഷെരീഫാണ്. സാബ്ര വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു സ്ട്രോങ് ലേഡിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. വേറെ ചില സ്മാർട്ടായിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ അതിനകത്ത് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കിനി വരും ദിവസങ്ങളിലെ ഗെയിം കൂടി വിലയിരുത്തിയതിനു ശേഷം നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു 5 കണ്ടസ്റ്റന്റിന്റെ പേര് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.